ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം 8 A+ഉം 9 A+ഉം 10 A+ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ല, ഞാൻ ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് പോലും. കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ഇതെല്ലാം കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് ഇന്ന് എഞ്ചിനീയറിംഗ് എടുത്തിട്ടും MBBS എടുത്തിട്ടൊക്കെ തന്നെ ബിസിനസ്സിലും ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ വേറെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അത് നിങ്ങൾക്ക് ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും ഭാവിയിൽ, നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കണം. കൊമേഴ്സ് എടുക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്കൂടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് കേട്ടോ, ഫ്രണ്ട്സ് എടുത്തു എന്ന് പറഞ്ഞത് കേട്ടോ, ഒരിക്കലും നിങ്ങൾ ആ കോഴ്സ് എടുക്കാതിരിക്കുക. നിങ്ങൾക്കും കൂടെ താല്പര്യമുള്ള വിഷയം മാത്രം എടുത്തിട്ട് മാത്രം മുന്നോട്ട് പോകുക. നിങ്ങളുടെ പാരൻസ് പല കോഴ്സിനും പറയുന്നുണ്ടാവും, ഫാമിലി മെമ്പേഴ്സ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പല കോഴ്സും എടുക്കുക എന്ന് പറയുന്നുണ്ടാവാം. അതൊക്കെ കേട്ടാലും നിങ്ങളുടെ ഉള്ളിലുള്ള സാധനം എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ തീരുമാനത്തിൽ നിങ്ങൾ പോകാവൂ. ഇനി നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് പലതരം ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി കൂടി സമയം കണ്ടെത്തുക.